നമ്മുടെ നാട്ടിൽ നിന്നും അയൽ സംസ്ഥാനത്തേക്ക് വിവിധ അഡ്മിഷൻ എന്നും പറഞ്ഞിട്ട് കുട്ടികളെ കയറ്റുമതി ചെയ്യുന്ന ഒരുപാട് അനേകായിരം ഏജൻറ്റുമാരുണ്ട് കേരളത്തിൽ. ഞാൻ ഇവരെ കളിയാക്കുന്ന രീതിയിൽ കൂട്ടിക്കൊടുപ്പുകാരെന്നാണ് ഞാൻ വിളിക്കാറുള്ളത്. അങ്ങനെ വിളിച്ച ഒരു വ്യക്തി സ്വയമേ ഞാൻ കൂട്ടിക്കൊടുപ്പുകാരനാണെന്ന് എന്നോട് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ഒരു സംഭവത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നു. നമസ്കാരം, ഞാൻ MK തോമസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കർണാടകയിലെ നേഴ്സിംഗ് മാഫിയയെക്കുറിച്ചാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. ആ നേഴ്സിംഗ് മാഫിയ കേരളത്തിൽ വേരുകൾ നിരവധിയാണ്. ഏതാണ്ട് 3000-4000 ഏജൻറ്റുമാർ കേരളത്തിലുണ്ടെന്നാണ് ഒരു ചെറിയൊരു കണക്ക്. ഇതിൽ അകപ്പെട്ടും പെട്ടും അല്ലാതെയൊക്കെ പോകുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്. അങ്ങനെ പെട്ടുപോകുന്ന ഒരുപാട് വിദ്യാർത്ഥി പെട്ടുപോയ ഒരു സ്ഥാപനത്തെക്കുറിച്ചാണ് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്തയിട്ടു. ഹിൽസൈഡ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതിൻ്റെ ആ വാർത്ത ഒന്നും കൂടെ ഞാൻ ആദ്യത്തെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്, ഒന്ന് നോക്കിക്കോ. ഈ വാർത്തയ്ക്കകത്ത് ഞാൻ കൂട്ടിക്കൊടുപ്പുകാരെന്ന് ഞാൻ വേറെ ആരാണ്ടോ വിളിച്ചപ്പോൾ അവരുടെ കാര്യം ഞാൻ വിശദീകരിച്ച, പക്ഷേ അതേ കിടക്കുന്നു. ഞാനും ഈ ഏജൻറ്റ്, ഞാൻ മാമ കൂട്ടിക്കൊടുപ്പുകാരനാണെന്ന് സ്വയമേ വിശേഷിപ്പിക്കുന്ന ആ വ്യക്തിയും ഞാനും തമ്മിൽ നടത്തിയ ഓഡിയോ സംഭാഷണം നിങ്ങളൊന്ന് കേട്ടോ. അത് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഭാഗം ഞാൻ എടുത്ത് കളഞ്ഞു. അത് എൻ്റെ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ കേൾക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്, അതുകൊണ്ടാണ്. ഒന്ന് കേട്ടേ. ഹലോ ഹലോ, യെസ്, നിങ്ങളെ ആരായിരുന്നു? ഞാൻ വിൻസെന്റ് ആണ് സംസാരിക്കുന്നത്. ഏത് വിൻസെന്റ്? ഹിൽസൈഡ് കോളേജിന്റെ ഡയറക്ടർ. മിസ്റ്റർ വിൻസെന്റ് പറയൂ, എന്തായിരുന്നു? ഒന്നുമില്ല, നിങ്ങൾ വീഡിയോ ഇടുമ്പം കോളേജിന്റെ കാര്യമോ സംഭവങ്ങളോ എന്ത് വേണമെങ്കിലും കിട്ടുമോ? ഈ കൂട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞ ആരെ കൂട്ടിക്കൊടുത്തെന്നാ പറഞ്ഞേ? എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു. ഞാൻ നിങ്ങളുടെ കാര്യം പറഞ്ഞോ? നിങ്ങളുടെ കാര്യം പറഞ്ഞോ? ഞാനാ? അല്ല, നിങ്ങളുടെ വീട്ടുകാരല്ല ഞാൻ കൂട്ടിക്കൊടുത്തോ? നിങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞ പേഴ്സണലായിട്ട് തന്റെ കാര്യം ഞാൻ പറഞ്ഞോ? തന്റെ കാര്യം ഞാൻ പറഞ്ഞോ? പിന്നെന്താ സംസാരിച്ചേ? താനെന്താ സംസാരിച്ചേ? തന്റെ കാര്യം വിൻസെന്റ് എന്ന് ഞാൻ പറഞ്ഞോ? ഏത് കോളേജിന്റെ വിൻസെന്റ് എന്ന് ഞാൻ പറഞ്ഞോ? എനിക്കതിന്റെ വിൻസെന്റ് ഞാൻ പറഞ്ഞോ? കേട്ടല്ലോ ആരാന്ന്? ഞാൻ എൻ്റെ വീഡിയോ പത്തനംതിട്ടക്കാരൻ കൂട്ടിക്കൊടുപ്പുകാരൻ, ഞാൻ കൂട്ടിക്കൊടുപ്പുകാരനാണ്. ആര് പറയുന്നുണ്ട് ഞാൻ വിൻസെന്റ് ആന്ന്? വിൻസെന്റ് ആരാ? അയ്യോ, വിൻസെന്റ് ഹിൽസൈഡ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡയറക്ടർ. വിൻസെന്റ്, നീ എങ്ങനെയാടാ പോയി ഡയറക്ടർ ആയത്? പിന്നെ മാനേജ്മെൻറ്റിൻ്റെ അടുക്കളപ്പണി ചെയ്യുകയും പിന്നെ ആരാണ്ടൊക്കെ അടിവസ്ത്രം കഴുകി കൊടുത്ത് എങ്ങനെയൊക്കെ കേരളത്തിൽ നിന്ന് പോകുന്ന കന്നഡക്കാരൻ്റെ ഡയറക്ടറൊക്കെ ആകാൻ സാധ്യതയുണ്ട്. നീ വേറെ നിങ്ങൾക്ക് പണി ചെയ്ത ഒരു കുഴപ്പമില്ല. പിന്നെ നിനക്കിനി ആരെയൊക്കെ വേണം? എൻ്റെ വീട്ടുകാരനെ കൂട്ടിക്കൊടുക്കാൻ വേണോ? അത് സ്വന്തം വീട്ടിൽ കൊടുത്താൽ പോരെ? പിന്നെ നീ വീഡിയോ പറഞ്ഞായിരുന്നല്ലോ, എന്തോന്ന്, ഞാൻ ആൾമാറാട്ടം നടത്തി ഒരുപാട് പേരിൽ പണം തട്ടിയെടുത്തെന്ന്. ഈ തട്ടിയെടുത്തവർക്ക് എന്ത് ഇത്രയും നാളൊരു കേസിന് പോകാത്തത്? ഞാൻ ആൾമാറാട്ടം നടത്തി എവിടാ വന്നത്? നിൻ്റെയൊക്കെ വീട്ടിലുള്ള ആരുടെയെങ്കിലും ബെഡ്റൂമിൽ ഞാൻ ആൾമാറാട്ടം നടത്തി വരികയോ എന്നെയും വേറെ ആരെങ്കിലുമൊക്കെ വല്ല പോസ്റ്റേലോ പ്ലാവേലോ കെട്ടിയിട്ടിട്ട് നാട്ടുകാർ വിളിച്ചു കൂടി ചരിത്രം വല്ലതും നിൻ്റെ കയ്യിലുണ്ടോ? ഉണ്ടോ? ആരുടെ പണം പറ്റിച്ച്? നീ ഇഫ് യു ബോൺ ഫോർ എ സിംഗിൾ ഫാദർ, അതായത് നീ ഒരച്ഛനും മാത്രം ജനിച്ചതാണെങ്കിൽ നീ ആ തെളിവൊക്കെ ആയിട്ട് വാ മക്കളെ, ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ എവിടെ ഒരു ആൾമാറാട്ടം നടത്തിയില്ല, എൻ്റെ അഡ്രസ്സും കാര്യങ്ങളും 100 150 200 500 നിനക്കൊക്കെ നിന്റെ സ്ഥാപനത്തെ ഒത്താശ ചെയ്ത് തരുന്ന രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല ഉണ്ട്, അവിടെ എടുത്തോണ്ട് വാ തൻ്റെ ഇടം ഉണ്ടെങ്കിൽ. പിന്നെ നീ ഈ കിടന്ന് വാഗ്വാദം കാണിക്കാതെ, എന്നെ കയറി വെല്ലുവിളിക്കാതെ, ഈ വാർത്ത ഇട്ടപ്പോൾ അതിനകത്ത് താഴെ ഒരുപാട് പേര് നല്ല സ്ഥാപനമാണ് എന്ന് കമൻ്റ് അടിച്ചാൽ നിന്റെ ശിഷ്യന്മാർ പറയുന്ന ആ കമൻറ്റുകൾ കേട്ട് ഈ കൊല്ലം അവിടെ 100 കണക്കിന് പേര് അഡ്മിഷൻ എടുത്തില്ലേ? അവരോടൊക്കെ ഇതൊക്കെ നീ വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്ക്. അല്ലാതെ എൻ്റെ അടുത്ത് ആക്രോശിച്ചൊന്നും കാര്യവുമില്ല. മനസ്സിലായോ? ഈ 2 3 നേഴ്സിംഗ് സ്ഥാപനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എല്ലാ അധ്യാപകരെയും എല്ലാ പ്രിൻസിപ്പാൾമാരെയും അതിനാവശ്യമായ യൂണിവേഴ്സിറ്റി INC KNC ഒക്കെ നിഷ്കർഷിച്ചിരിക്കുന്ന ക്ലിനിക്കൽ സംവിധാനം മറ്റു സൗകര്യവും
സംവിധാനമൊക്കെ അത് നേരിട്ട് അവരെ കാണിച്ചു കൊടുക്കുക. അതേപോലെ നിന്റെ സ്ഥാപനത്തിൽ പഠിക്കുന്ന ആ പോസ്റ്റ് BSc MSc കുട്ടികളൊക്കെ ഇല്ലേ, അവരെ ക്യാമ്പസിനോട് കാണിച്ചു കൊടുക്കണം. ഈ കുട്ടികൾ ക്യാമ്പസിൽ ഇല്ലാതെ വരുന്ന ഈ അവസ്ഥയിൽ നിന്റെ ഈ സ്ഥാപനത്തിൽ എന്ത് സംഭവിക്കൂ എന്നുള്ള കാര്യം കൂടെ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക. ആ പാവങ്ങൾ നിൻ്റെയൊക്കെ ഈ പൊള്ളായ വാഗ്ദാനങ്ങൾ അങ്ങോട്ട് വരുന്നതല്ലേ, അവർക്കൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. എൻ്റെ വിൻസെൻ്റ്, നിന്റെ പേര് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പം നീ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സ്ഥാപനം നടക്കുന്നതും അഴിമതിയാണ്, അക്രമമാണ്, കൊള്ളരായ്മയാണ്, നിനക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ, ഇല്ലേ? ഞാൻ നിന്റെ അന്നത്തെ ഈ സംഭാഷണം മുഴുവൻ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല കുടുംബത്തിൽ പറഞ്ഞ ഒരു മനുഷ്യൻ അത് കേട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് വരത്തില്ല. നിന്റെ സ്വഭാവം കറക്റ്റായിട്ട് അവർക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് നിനക്ക് പണം ഉണ്ടെങ്കിൽ നീ അത് കൈവച്ചാൽ മതി. MK തോമസിൻ്റെ അടുത്ത് എടുത്തോണ്ട് വരണ്ട കേട്ടോ. അതങ്ങ് എവിടെയൊക്കെ ചെന്ന് അങ്ങ് പറഞ്ഞാൽ മതി സാറ് കേട്ടോ. നീ ഒന്നും എന്തിനാ നാട്ടുകാരെ കൊണ്ട് വെറുതെ അനാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറയിക്കണോ? അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ. നീ പല കൊള്ളരായ്മയും കാണിച്ച് നീ പലയിടത്ത് ഇരുന്ന് ഗൂഢാലോചന നടത്തിക്കോ. എന്തെങ്കിലും ചെയ്യാന്നുണ്ടെങ്കിൽ നേരിട്ട് വാ. അതുകൊണ്ട് ഈ കൊല്ലവും നിന്റെ സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുത്ത മക്കളുടെ ഭാവി ഓർത്ത് ഞാൻ വിലപിക്കുന്നു, അല്ലാതെ വേറെ ഒന്നുമില്ല. താല്പര്യമുള്ളവരൊക്കെ ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. കൂടുതൽ വിശദാംശങ്ങൾ ഇതിനെപ്പറ്റിയുള്ള ഇനിയും പറഞ്ഞു തരാം. ഇവിടെ നടക്കുന്ന ആയുർവേദ കോളേജിനെ തട്ടിപ്പോയിട്ട് എനിക്ക് മറുപടി കിട്ടിയിട്ട് അന്നേരം ഞാൻ പറഞ്ഞു തരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റൊക്കെ ഇപ്പം വരും, കണ്ടോണം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.